ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും ആവേശം നിറഞ്ഞ സിനിമയായ കൂലിയുടെ കേരള ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിയോടെയാണല്ലോ ആരംഭിക്കപ്പെട്ടത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിലായിരുന്നു സിനിമയുടെ ബുക്കിംഗ് ഇന്ന് രാവിലെ ആരംഭിച്ചത്. ആദ്യ മണിക്കൂറിൽ തന്നെ 50,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ച് വലിയൊരു സ്വീകരണം തന്നെയാണല്ലോ കേരളത്തിലെ ജനത കൂലി എന്ന രജനി സിനിമയ്ക്ക് തമിഴ് സിനിമയ്ക്ക് നൽകിയത്. ഇപ്പോഴത്തെ ലൊക്കേഷൻ സിനിമയുടെ തമിഴ്നാട് ബുക്കിംഗ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഇന്ന് രാത്രി 8 മണിക്ക് സിനിമയുടെ തമിഴ്നാട്ടിലെയും ബുക്കിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു സമയത്തെല്ലാം തന്നെ 50,000-ന് മുകളിലെ ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിച്ച സിനിമയുടെ ബുക്ക് മൈ ഷോ ട്രെൻഡ് നിലവിൽ 10,000-ൽ താഴെയാണെങ്കിൽ വീണ്ടും അത് ഉണർത്താനായിട്ട് നമ്മുടെ തമിഴ്നാട് ബുക്കിംഗ് റെഡിയാകാനായിട്ട് ഒരുങ്ങുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പ്രീസെയിൽ കണക്കുകൾ കേട്ട്. ഇനി കേരള പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് അവസാനമായിട്ട് സിനിമയുടെ കേരള പ്രീസെയിൽ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നത് വൈകിട്ട് 4 മണിയോടെയാണ്. ബുക്കിംഗ് ആരംഭിച്ച ആദ്യ 6 മണിക്കൂറിനുള്ളിൽ തന്നെ സിനിമ 3,25,00,000 എന്ന പ്രീസെയിൽ കളക്ഷനാണ് വൈകിട്ട് 4 മണി സമയത്ത് നേടിയെടുത്തത്. ഈ 7 മണി സമയത്തെല്ലാം തന്നെ ഇനിയും സിനിമയുടെ പ്രീസെയിൽ വർദ്ധിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത കൃത്യമായ പ്രീസെയിൽ കണക്കുകൾ കേട്ട് കാത്തിരിക്കൂ. ലൊക്കേഷൻ സിനിമയായതുകൊണ്ടും വിജയ് നായകനെത്തിയ സിനിമയായതുകൊണ്ട് തന്നെ രജനി ചിത്രം കൂലിയെ വിജയുടെ ലിയോയുടെ കളക്ഷനുമായിട്ടാണല്ലോ ഒരുപാട് പേർ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിയോയുടെ കേരളത്തിലെ ആദ്യ ദിവസത്തെ കളക്ഷനായ 12 കോടി കൂലിക്ക് മറികടക്കാനായിട്ട് കഴിയുമോ എന്ന് തന്നെയാണ് ഒരുപാട് പേർ ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ ആദ്യ ദിവസത്തെ ആദ്യ മണിക്കൂറുകളിലെ ബുക്കിംഗ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ലിയോയ്ക്ക് തൊട്ട് പിന്നിൽ തന്നെ വാശിയേറിയ പോരാട്ടവുമായിട്ട് കൂലിയുടെ പ്രീസെയിലുണ്ട്. ലിയോ കേരളത്തിൽ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ദിവസം ആദ്യ 5 മണിക്കൂറുകൾ കൊണ്ടാണ് 3,80,00,000 പ്രീസെയിലേക്ക് എത്തപ്പെട്ടതെങ്കിൽ 5.5 മണിക്കൂറുകൾ കൊണ്ട് തന്നെ കൂലി എന്ന സിനിമയും 3 കോടിയിലേറെ പ്രീസെയിൽ പിന്നിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കൂലി എന്ന സിനിമ ലിയോയുടെ പ്രീ റിലീസ് കണ്ടന്റുകൾ വെച്ച് നോക്കുമ്പോൾ അല്പം താഴെത്തട്ടിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതിനിടയിൽ കേരളത്തിലെ റെക്കോർഡ് ഓഫ് ടി കളക്ഷൻ ഉള്ള നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന സിനിമ ആദ്യ ദിവസം അതിവേഗത്തിലാണ് കളക്ഷൻ പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നത്. ലിയോ എന്ന സിനിമ 5 മണിക്കൂർ എടുത്താണ് 3,80,00,000 പ്രീസെയിലേക്ക് എത്തപ്പെട്ടെങ്കിൽ വെറും 4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ 5 കോടിയിലേറെ പ്രീസെയിൽ കളക്ഷനാണ് എമ്പുരാൻ അന്ന് മാർച്ചിൽ നേടിയെടുത്തത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എമ്പുരാന്റെ റെക്കോർഡ് കളക്ഷൻ കൂലിക്ക് മറികടക്കാൻ കഴിയില്ല എന്ന് ആദ്യത്തെ സൂചനകൾ നൽകുന്നു. കാത്തിരിക്കൂ കൂലിയുടെ അടുത്ത മണിക്കൂറുകളിലെ അടുത്ത വാർത്തകൾക്ക്.